ഹലോ ഫ്രണ്ട്സ്, vhshacks പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ കാർ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് വേണം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഗിയർ മോട്ടർ വേണം. അതിനുശേഷം നമ്മുടെ പ്ലൈവുഡിൻ്റെ പീസിലേക്ക് നമുക്ക് ആ ഗിയർ മോട്ടർ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ പ്ലൈവുഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഹോൾ ഇടാം. ആ ഹോളിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്ലൈഡ് ഗിയർ വേണം. ആ ഗിയർ നമുക്കൊരു സ്റ്റിക്കിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഹോൾ ഇട്ടെടുത്ത് നമുക്ക് ആ ഗിയർ കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പഴയ പെന്നിൻ്റെ ബോഡി വേണം. അത് നമ്മുടെ ഗിയറിലേക്ക് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ മോട്ടറും അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റിക്കിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ആ സ്റ്റിക്കും നമ്മൾ അതിൻ്റെ കൂട്ടത്ത് ഒട്ടിക്കരുത്. ഇത് നമ്മുടെ സ്റ്റിക്ക് മുകളിലേക്ക് പാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ടോയ് കാറിൻ്റെ ടയർ വേണം. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ആ ടയർ രണ്ടും നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ എടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ ബാക്കിലെ MFലും MBയിലും നമ്മുടെ ബാക്ക് മോട്ടറും പിന്നെ MLലും MRലും നമ്മുടെ ഫ്രണ്ട് മോട്ടറുമാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ L-ലും V+ലും നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനായി കൊടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു സ്വിച്ചും കൂടെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടറിലേക്കുള്ള സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ ട്രാൻസ്മിറ്റർ അവിടെ ഒട്ടിച്ചു വെക്കാം. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മുടെ സ്വിച്ചും അവിടെ ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ എടുത്തതിന് ശേഷം നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന പവർ സപ്ലൈ അതിലേക്ക് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാറിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ vhshacks എന്ന ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.